പ്രിയപ്പെട്ടവരെ, ADMKയിൽ നിന്നും പുറത്താക്കിയ KE സെങ്കോട്ടയൻ ഇന്ന് TVKയിൽ ചേരും. 10 മണിക്ക് വിജയിൽ നിന്നും അംഗത്വം സ്വീകരിക്കും. ഇന്നലെയാണ് സെങ്കോട്ടയൻ MLA സ്ഥാനം രാജിവെച്ചത്. ശ്യാമ സദാനന്ദൻ, ആദ്യം ഇളക്കാൻ പോകുന്നത് DMKയുടെ ഒരു കക്ഷിയായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇളകിയത് ADMKയിൽ നിന്നുള്ള ഒരു MLA ആണ്. അത് MLA തന്നെയാണ് വിജയ് പിടിച്ചിരിക്കുന്നത്. KE സെങ്കോട്ടയൻ ഇന്ന് TVKയിൽ ചേരും. DMKയ്ക്ക് ആഘാതമാകുമെന്ന് കരുതി ആദ്യത്തെ പ്രഹരം കിട്ടുന്നത് ADMKയ്ക്കാണല്ലോ. 10 മണിക്കാണോ വിജയിൽ നിന്നും അംഗത്വം സ്വീകരിക്കുക സെങ്കോട്ടയൻ? തീർച്ചയായും അരുൺ, ഇത് AMDക്ക് തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല TVKയ്ക്ക് വലിയ ഒരു നേട്ടമാവുകയും ചെയ്യുന്നതാണ് ഈ KE സെങ്കോട്ടയന്റെ DVKയിലേക്കുള്ള വരവ്. ഒക്ടോബറിലാണ് ഈ സെങ്കോട്ടയനെ AIDMK പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പനീർസെൽവവും TT ദിനകരനുമായൊക്കെ ചേർന്ന് പോകണം എന്നുള്ള നിലപാടെടുത്തതും പനീർസെൽവത്തിനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തതുമൊക്കെയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമായത്. പക്ഷേ അദ്ദേഹം പിന്നീട് ഇന്നലെയാണ് ഈ ഔദ്യോഗിക സ്ഥാനം MLA എന്നുള്ള ഔദ്യോഗിക പദവി ഇന്നലെ രാജിവെച്ചത്. DMKയ്ക്ക് അദ്ദേഹത്തെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് മന്ത്രിസഭയിലെ മന്ത്രി തന്നെ അദ്ദേഹവുമായി നേരിട്ട് ചർച്ചയൊക്കെ നടത്തിയതുമാണ്. പക്ഷേ TVKയിലേക്ക് ചേരാനാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. 1972 മുതൽ AIADMKയുടെ ഒരു നേതാവാണ് അദ്ദേഹം. MGR പാർട്ടി രൂപീകരിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിനൊപ്പമുള്ളായിരുന്ന ആളാണ്. MGRന്റെയും ജയലളിതയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നൊരു നേതാവാണ്. ആ തലത്തിൽ സംഘടനാ തലത്തിൽ തന്നെ ഒരു വലിയ സ്വാധീനമുള്ളൊരു നേതാവാണ്. സംഘടനയെ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ പരിചയ സമ്പത്തൊക്കെ ഉള്ള ഒരു നേതാവാണ്. ഈ TVKയ്ക്ക് നേരെ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് അവർക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരിചയമുള്ള നേതാക്കളില്ല എന്നുള്ളൊരു വിമർശനം വലിയ തോതിൽ TVK നേരിടുന്നുണ്ട്. ഈ ഒരു പരാതി പരിഹരിക്കുന്നതിന് കൂടിയായിരിക്കും സെങ്കോട്ടയന്റെ ഒരു വരവ് പാർട്ടിക്ക് ഗുണം ചെയ്യുക. കാരണം MGRന്റെയും ജയലളിതയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ചുക്കാൻ പിടിച്ച നേതാവ് എന്ന് പറയുമ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിരിക്കും വിജയ്ക്കും TVKയ്ക്കും ഇത് വലിയ തോതിൽ ഗുണം ചെയ്യും. പടിഞ്ഞാറൻ തമിഴ് മേഖലയിൽ നിന്നുള്ള ഒരു നേതാവാണ് സെങ്കോട്ടയൻ എന്ന് പറയുന്നത്. കൊങ്കു മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഇദ്ദേഹം. വരുമ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്തും TVKയ്ക്ക് അവരുടെ സ്വാധീനം തെളിയിക്കാനാകും, സ്വാധീനം വർദ്ധിപ്പിക്കാനാകും. ആ തരത്തിലും TVKയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വലവാണ് സെങ്കോട്ടയൻ്റേത്. കൂടാതെ എന്തായാലും ഇനി വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ള അടുത്തിടെ രൂപീകരിച്ചിട്ടുള്ള കോർ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ പദവിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ അദ്ദേഹത്തിന് നൽകുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. എന്തായാലും പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ തന്നെയാണ് സെങ്കോട്ടയനെ കാത്തിരിക്കുന്നത്. അരുൺകുമാർ, ADMKയിലെ MLA സെങ്കോട്ടയൻ TVKയിലേക്ക് പോവുകയാണ്. ഇളയ ദളപതിക്കൊപ്പം ഇനി സെങ്കോട്ടയൻ ഉണ്ടാവും. അപ്പോൾ DMKയുടെ കുറ്റിയാണ് ഇളകുമെന്നാണ് നമ്മൾ ആദ്യം കരുതിയത്. പക്ഷെ കുറ്റി ആദ്യം തെറിച്ചത് ADMKയുടെയാണ്. അതും ഒരു MLA തന്നെ TVKയ്ക്കൊപ്പം പോയി. അതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്ത.